ഇതൊന്നും ആയിരുന്നില്ല അനീഷിന്റെ പോയിന്റ്. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലവർഫുൾ ജേർണി ഓഫ് സ്വാതി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അനീഷിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസം അനീഷ് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. PR-നെ കുറിച്ചുള്ള സംസാരത്തിന് ശേഷം അനീഷ് പറഞ്ഞ കാര്യം ഇതാണ്: ബിഗ് ബോസ് ഷോയിലോട്ട് സാധാരണക്കാരൻ എടുക്കേണ്ടത് ആവശ്യമാണ്. ബാക്കിയുള്ള എല്ലാവരും ഞങ്ങൾ എന്താ സാധാരണക്കാരല്ലേ. അനീഷ് പറഞ്ഞത് ഇതാണ്: താനൊരു കോമണർ ആയിട്ടാണ് ഈ ഷോയിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ബാക്കി എല്ലാവരും സെലിബ്രിറ്റീസ് ആണ് എന്നുള്ള രീതിയിലാണ് അനീഷ് പറയുന്നത്. ആരും അതിനെ അംഗീകരിച്ചു കൊടുത്തില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ അനീഷ് ഏട്ടനും ഒരു സെലിബ്രിറ്റി അല്ലേ എന്നാണ് ബാക്കിയുള്ളവരുടെ ചോദ്യം. കാരണം അനീഷ് ഒരു എഴുത്തുകാരനാണ്, ഒരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനീഷ് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനാക്കുന്നത്? പുള്ളി അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണല്ലോ എന്നാണ് എല്ലാവരുടെയും വാദം. ഇതൊന്നും ആയിരുന്നില്ല അനീഷിന്റെ പോയിന്റ്. ഇപ്പൊ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ബാക്കി കണ്ടസ്റ്റൻസ്, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവര് പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒരു ധാരണ പബ്ലിക്കിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ, പുറത്തു നിന്ന് ഷാനവാസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഷാനവാസ് സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. ഷാനവാസ് ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ആള് വിഷയത്തിനോട് സമീപിച്ച രീതി, അതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ ഷാനവാസിക്ക ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, ഇത്രയും പോസിറ്റീവ് സൈഡ് ഷാനവാസിക്കൊക്കെ ഉണ്ട് എന്നൊക്കെ രീതിയിൽ സംസാരിക്കാനായിട്ട് പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ആരൊക്കെ? ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. പക്ഷെ അനീഷിനെ പോലുള്ള ഒരാളെ പറ്റി സംസാരിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. അനീഷിനെ എത്ര പേർക്ക് അറിയാം? ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അനീഷ് പറഞ്ഞ കാര്യം ഇതാണ്: സാധാരണക്കാരനായ താൻ ഇത്രയും പേരുടെ അടുത്ത് പൊരുതി നിൽക്കുന്നു എന്നാണ്. സത്യം തന്നെയാണ്, അനീഷ് പൊരുതി നിൽക്കാണ്. ഈ ഒരു ഷോയില് അനീഷ് വിന്നർ ആവാണെങ്കിൽ അത് ഉറപ്പായിട്ടും അനീഷിന്റെ മാത്രം വിജയമാണ്. കാരണം ഒറ്റയ്ക്ക് പൊരുതി വന്ന ഒരാള് എന്ന നിലയ്ക്ക് അനീഷിന്റെ വിജയം തന്നെയാണ്. അനീഷ് പബ്ലിക്കില് ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെയാണ് അനീഷ് ആ വിന്നർ പദവി എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അനീഷിന് ഉറപ്പായിട്ടും അപമാനിക്കാം. പക്ഷെ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കരുത് എന്നുള്ള ഒരു റൂള് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാവാം അനീഷ് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത്. പക്ഷെ അനീഷ് പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. ആ വീടിനുള്ളിൽ തന്നെ മനസ്സിലായവരും ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും അനീഷ് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.